ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഡെഡ് ലോക്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റിസോഴ്സ് മാനേജർ ആണ്. വെറും ഒരു റിസോഴ്സ് മാനേജർ അല്ല, ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള റിസോഴ്സ് മാനേജർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സപ്പോസ് ഒരു പ്രോസസ്സിന് ഒരു റിസോഴ്സ് വേണമെന്ന് വിചാരിക്കാം. A process request for a resource to operating system. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുവെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു റിസോഴ്സ് ടേബിൾ അങ്ങോട്ട് റെഫർ ചെയ്യും. ഈ റിസോഴ്സ് ടേബിളിനകത്ത് എന്ന് പറയുമ്പോൾ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ റിസോഴ്സസ് ആണ് ഉള്ളത്, ആ റിസോഴ്സ് ഏത് ടൈപ്പ് ആണ്, ലൈക്ക് CPU ആണോ, മെമ്മറി ആണോ, ഇൻപുട്ട് ഡിവൈസ് ആണോ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് റിസോഴ്സ് ആണോ, അങ്ങനെ വാട്ട് എവർ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ദാറ്റ് അത് അതുപോലെ തന്നെ അതിന്റെ സ്റ്റേറ്റസ് കറന്റ്ലി അത് അലോക്കേറ്റഡ് ആണോ അല്ലേ, അലോക്കേറ്റഡ് ആണെങ്കിൽ ഏത് പ്രോസസ്സിനാണ് അത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള ഡേറ്റ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് ഈ പറയുന്ന ഏത് റിസോഴ്സ് ടേബിൾ. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നേരെ പോയി ഈ റിസോഴ്സ് ടേബിൾ അങ്ങോട്ട് റെഫർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, റിസോഴ്സിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യും. റിസോഴ്സിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവൈലബിൾ ആണെങ്കിൽ ഇൻ കേസ് ഇറ്റ് ഈസ് അവൈലബിൾ എന്ത് ചെയ്യും, അത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്യും. അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചങ്ങാതി അത് യൂസ് ചെയ്യും. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചങ്ങാതി അത് റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അല്ലേ. ഇങ്ങനെയാണ് റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സെനാരിയോ എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് എങ്ങനെയാ വെച്ചാല്, സപ്പോസ് ഒരു പ്രോസസ്സ് പ്രോസസ് 1 അതിന് ഒരു റിസോഴ്സ് വേണം, ഏത് റിസോഴ്സ് 2 വേണം. അത് കറന്റ്ലി റിസോഴ്സ് 1 ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതായത് റിസോഴ്സ് 1 ഓൾറെഡി പ്രോസസ് 1 അസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ റിസോഴ്സ് 2 കൂടെ കിട്ടിക്കഴിഞ്ഞാലേ പ്രോസസ് 1 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ ഈ റിസോഴ്സ് 2 എന്ന് പറയുന്നത് വേറൊരു പ്രോസസ് 2 ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ പ്രോസസ് 2 അസൈൻ ചെയ്തിരിക്കുകയായിരിക്കും. പക്ഷെ അതാണെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് റിസോഴ്സ് 1 കിട്ടിയേ പറ്റുള്ളൂ. ഇത് അങ്ങോട്ടൊരു സൈക്കിൾ ആയിട്ട് അങ്ങ് കിടക്കുവാണ്. അതായത് ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ resource 1 is assigned to process 1 which is waiting for resource 2 which is assigned to process 2 which is waiting for resource 1. Okay. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അതായത് എ സെറ്റ് ഓഫ് പ്രോസസ് ഈസ് സെറ്റ് ടു ബി ഇൻ ഡെഡ് ലോക്ക് ഇഫ് ഈച്ച് പ്രോസസ് ഇൻ ദ സെറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ an event that can be caused by another process in the set. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ P1 P2 എന്നീ 2 പ്രോസസ്സുകൾ ഉണ്ട്. P2ന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാലേ P1 എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. P1ന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാലേ P2 എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. 4 നെസസറി കണ്ടീഷൻസ് ആണ് ഡെഡ് ലോക്കിന് ഉള്ളത്. ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യണം എന്നുണ്ടെങ്കിൽ 4 തിയററ്റിക്കൽ കണ്ടീഷൻസ് വേണം. അതാണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രീഎംഷൻ, സർക്കുലർ വെയിറ്റ്. ഈ 4 കണ്ടീഷൻസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഡെഡ് ലോക്ക് എക്സിസ്റ്റ് ഇൻ ദ സിസ്റ്റം. ഓക്കെ, ഇനി ഓരോന്നും എന്താന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആണ്. അതായത് സപ്പോസ് ഒരു റിസോഴ്സ് ഇത് നമുക്ക് മൾട്ടിപ്പിൾ പ്രോസസ്സുകൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല എങ്കിൽ എന്ത് പറയാം, നമുക്ക് അവിടെ ഒരു ഡെഡ് ലോക്ക് ഉണ്ട് എന്ന് പറയാം. ഈ ഒരു സിംഗിൾ റിസോഴ്സ് മൾട്ടിപ്പിൾ പ്രോസസ്സുകൾക്ക് അറ്റ് എ ടൈം ഷെയർ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ചെയ്യുന്നു പ്രൊവൈഡഡ് റിമൈനിങ് 3 കണ്ടീഷൻസ്. എന്തൊക്കെയാണ്? ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രീഎംഷൻ, സർക്കുലർ വെയിറ്റ്. ഇത് 3ഉം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ദീസ് ഓൾസോ എക്സിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരു ഡെഡ് ലോക്ക് ഉണ്ട് എന്നുള്ളത് പറയാം. ഓക്കെ, ഇനി
നെക്സ്റ്റ് ഹോൾഡ് ആൻഡ് വെയിറ്റ് സെക്കൻഡ് കണ്ടീഷൻ. അതാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. അതായത് P1 ഈസ് വെയിറ്റിംഗ് ഫോർ R2. പക്ഷെ R2 ഈസ് അസൈൻ ടു P2. പക്ഷെ P2 ഈസ് വെയിറ്റിംഗ് ഫോർ വാട്ട്? R1, റിസോഴ്സ് 1 അല്ലേ? ആ R1 ആണെങ്കിലോ ദിസ് ഈസ് ഹെൽഡ് ബൈ P1. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ ലാസ്റ്റ് കാണുന്ന ഈ കണ്ടീഷൻ, വിച്ച് ഇസ് സർക്കുലർ വെയിറ്റ്. സർക്കുലർ വെയിറ്റിനകത്ത് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് 2 പ്രോസസ് വി വിൽ ബി ഹാവിംഗ് more than 2 number of process and resources. അത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ സർക്കുലർ വെയിറ്റ് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക വെച്ചാൽ, സേ നമുക്ക് പ്രോസസ്സുകൾ P1, P2, R1 എന്ന് പറയുന്ന റിസോഴ്സ് വേണം, R2 ഉണ്ട്. അങ്ങനെ നമുക്ക് എന്താണ് P3, then ഇങ്ങനെ പോയി PN, N പ്രോസസ്സുകളുണ്ട്, N resources ഉണ്ട്. And this nth resource is held by what we say the first process. ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണ്. ഓൾസോ പ്രൊവൈഡഡ് റിമൈനിങ് 3 conditions also exist. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം there exists a deadlock. ഓക്കെ, ഇനി തേർഡ് കണ്ടീഷൻ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നോ പ്രിയംഷൻ. അതായത് സപ്പോസ് ഒരു റിസോഴ്സ് ഉണ്ട് which is held by a process. നമുക്ക് അതിനെ ഫോഴ്സ്ഫുള്ളി ടേക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഒരു ഡെഡ് ലോക്ക് അവിടെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് അതിനെ പ്രിയംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എവിടെന്ന് വി cannot preempt this resource from the process, then there might be a deadlock provided എന്താണ് remaining 3 conditions also existing. അപ്പൊ നമുക്ക് ഡെഡ് ലോക്ക് ഉണ്ട് എന്ന് പറയാം. സോ ദീസ് ആർ ദ 4 നെസസറി കണ്ടീഷൻസ് ഫോർ ഡെഡ് ലോക്ക് ടു ഒക്കർ. ഇനി നമുക്ക് ഡെഡ് ലോക്കിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒന്ന് നോക്കാവേ. അതായത് ഡെഡ് ലോക്കിനെ നമുക്കൊരു ഗ്രാഫ് ആയിട്ട് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. G of V, E ഗ്രാഫ് തിയറിക്കകത്ത് നമ്മൾ ഇത് പഠിക്കുന്നതാണ്. G of V, E അതില് V എന്ന് പറഞ്ഞ വെർട്ടീസസ് ആണ്. G stands for graph, V stands for vertices, E stands for edges. സോ വെർട്ടീസസ് എന്ന് പറയുമ്പോൾ ഗ്രാഫ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു സർക്കിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പ്രോസസ്സസിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ഗ്രാഫിനകത്തുള്ള വെർട്ടീസസ് പ്രോസസ് ആവാം, റിസോഴ്സസ് ആവാം, അല്ലെങ്കിൽ what we say ഇൻസ്റ്റൻസസ് ഓഫ് റിസോഴ്സ് ആവാം. ഓക്കെ, അപ്പൊ പ്രോസസ്സ് നമ്മളൊരു സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ എഴുതിയായിരുന്നില്ലേ P1 എന്നുള്ളത് ഒരു സർക്കിളിനകത്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ പ്രോസസ്സ് നമുക്ക് സർക്കിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം, റിസോഴ്സ് നമുക്കൊരു റെക്ടാംഗിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ഇൻസ്റ്റൻസ് ഓഫ് റിസോഴ്സ്, സപ്പോസ് ഇപ്പോ ഒരു സിസ്റ്റത്തിൽ തന്നെ നമ്മൾ 3 പ്രിന്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രിന്റർ എന്ന് പറയുന്ന റിസോഴ്സിന്റെ ഇൻസ്റ്റൻസസ് 3 എണ്ണം ഉണ്ട് എന്ന് പറയാം. So we will be representing it with a rectangle in which using dots we will be representing the number of instances. ഇപ്പൊ ഇവിടെ 3 printers ആണ് ഈ 3 dots കാണിക്കുന്നത്. ഓക്കെ, ഇനി എഡ്ജസ്, വെർട്ടിസസ് ഇതൊക്കെയാണ് വരുന്നത്. ഇനി എഡ്ജസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റിക്വസ്റ്റ് എഡ്ജ് കാണും, അതുപോലെ തന്നെ ഒരു അലോക്കേഷൻ എഡ്ജും കാണും. റിക്വസ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 റിക്വസ്റ്റ് ഏതാണ് R1 ഒരു റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു ഇൻസ്റ്റൻസിനെയും വേണമെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാലോ. അതായത് P1 റിക്വസ്റ്റ് ഒരു ഇൻസ്റ്റൻസ് ഓഫ് എ റിസോഴ്സ് എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടാ. അതായത് P1 റിക്വസ്റ്റ് ഫോർ എ ടൈപ്പ് ഓഫ് ഇൻസ്റ്റൻസ് ഫ്രം, ഇതിപ്പോ R1 ആണെങ്കിൽ ഫ്രം R1. ഓക്കെ, ഇനി അലോക്കേഷൻ എഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്, നേരെ തിരിച്ച്, അതായത് പ്രോസസ് ഉണ്ട്, പിന്നെ ആ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ റിസോഴ്സിൽ നിന്ന് പ്രോസസ്സിലോട്ടായിരിക്കും ആരോ വരുന്നത്, ഡയറക്ഷൻ വരുന്നത് ഗ്രാഫില്. ഇനിയിപ്പോ ഇൻസ്റ്റൻസസിന്റെ കേസിലാണെങ്കിൽ P1 നമ്മൾ എന്ത് ചെയ്തു, സർക്കിളിനകത്ത് കൊടുത്തു, പിന്നെ ഇൻസ്റ്റൻസ്
ഓഫ് എ റിസോഴ്സ് കാണിക്കാനായിട്ട് നമ്മൾ ഡോട്ട്സ് യൂസ് ചെയ്തു. അതിൽ ഒരു റിസോഴ്സ് ആണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ ആ ഒരൊറ്റ ഡോട്ടിലേക്ക് ആയിരിക്കും, ആ ഒരൊറ്റ ഡോട്ടിൽ നിന്ന് P1 ഒരു ഡയറക്റ്റഡ് എഡ്ജ് വരും. ഓക്കെ, ഇതാണ് അലോക്കേഷൻ എഡ്ജ് എന്ന് പറയുന്നത്. അതായത് വിച്ച് റിസോഴ്സ് ഹാസ് ബീൻ അലോക്കേറ്റഡ് ടു വിച്ച് പ്രോസസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടുമാണ് എഡ്ജസ് വരുന്നത്. ഓക്കെ, നമുക്കേ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് തന്നു കഴിഞ്ഞിട്ട് വെച്ചാല് അതില് ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സപ്പോസ് നമുക്കൊരു പ്രോസസ്സ് P1 ഉണ്ട്, P2 ഉണ്ട്, ദെൻ നമുക്കൊരു റിസോഴ്സ് ടൈപ്പ് R1 ഉണ്ട്. അതിന്റെ ഒറ്റ ഇൻസ്റ്റൻസേ അവൈലബിൾ ആയിട്ടുള്ളൂ. P1 ഈസ് റിക്വസ്റ്റിംഗ് R1 and R1 is held by P2. Then there is another resource type having two instances. ഇതില് ഒരെണ്ണം held by P2 ആണ്, ഒരെണ്ണം held by P1 ആണ്. ഓക്കെ, ഇനി then P2 request for another resource R3. അതിന് ഒറ്റ ഇൻസ്റ്റൻസേ ഉള്ളൂ. ദിസ് ഈസ് ബട്ട് ഹെൽഡ് ബൈ നമുക്ക് പറയാം P3. ഓക്കെ, ഇതിൽ ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലേ, കണ്ടീഷൻസ് നിങ്ങൾ നോക്കൂ കേട്ടോ. ആദ്യം തന്നെ വരുന്നത് P1 ഈസ് ഹോൾഡിംഗ്, ഇത് R2 അല്ലേ, R2 ആൻഡ് വെയിറ്റിംഗ് ഫോർ R1 ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ P2 ഈസ് ഹോൾഡിംഗ് R1 and an instance of R2 and waiting for R3. P3 is holding R3. ഇങ്ങനെ ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് RAG, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് തന്നാല് അതില് ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എങ്ങാനും വന്നാൽ ചെയ്യാൻ ഈസിയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം റൈറ്റ് മോസ്റ്റ് നിന്ന് നമ്മൾ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യണം. ചെക്ക് ഫ്രം റൈറ്റ് മോസ്റ്റ് ദാറ്റ് എനി വൺ ഓഫ് ദ പ്രോസസ് ഈസ് ഏബിൾ ടു കംപ്ലീറ്റ് എക്സിക്യൂഷൻ. ഈ റൈറ്റ് മോസ്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു പ്രോസസ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ക്യാപ്പബിൾ ആണെങ്കിൽ നമുക്ക് പറയാം ഡെഡ് ലോക്ക് ഉണ്ടാവില്ല എന്ന്. ഇവിടെ നമുക്ക് പറഞ്ഞൂടെ ഈ P3ന്റെ എക്സിക്യൂഷൻ എന്തായാലും കംപ്ലീറ്റ് ആവും, കാരണം P3ക്ക് ആകെ വേണ്ട റിസോഴ്സ് എന്ന് പറയുന്നത് R3 ആണ്. R3 ഇപ്പൊ കറന്റ്ലി ഹോൾഡ് ചെയ്യുന്നതും ആരാണ്, ഈ P3 ആണ്. സോ P3യുടെ എക്സിക്യൂഷൻ ഈസി ആയിട്ട് കഴിയും. അത് കഴിഞ്ഞാല് R3 ഫ്രീ ആണ്. R3 ഫ്രീ ആയി കഴിഞ്ഞതിന് ശേഷം അത് P2ന് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക്. P2ന് അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാല് P2ന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ R1 ഫ്രീ ആയില്ലേ. R1ന് വേണ്ടിയിട്ടല്ലേ ഈ P1 വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. P2ന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ R1 റിലീസ് ചെയ്യുക, P1ന് അസൈൻ ചെയ്യുക, P1ന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക. സോ ദർ ഈസ് നോ ഡെഡ് ലോക്ക് അറ്റ് ഓൾ. അപ്പൊ ആലോചിക്കുക, ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ പ്രോസസ് ഈസ് ഏബിൾ ടു കംപ്ലീറ്റ് ദ എക്സിക്യൂഷൻ ദെൻ ദർ ഈസ് നോ ഡെഡ് ലോക്ക്. പിന്നെ ഇതിനകത്ത് സപ്പോസ് P1 ഈസ് വെയിറ്റിംഗ് ഫോർ R1 ആയിക്കോട്ടെ, and one instance of R2 is held by P1, one instance of R2 is held by P2, and R1 is also held by P2, and P2 is requesting for R3, and this is R3 is held by P3. ഇനി ഒരു എഡ്ജും കൂടെ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണേ. അതായത് P3യിൽ നിന്ന് R2യിലേക്ക് ഞാൻ ഒരു എഡ്ജ് വരയ്ക്കുകയാണ്. സോ ടു ഫിനിഷ് P3, to complete execution of P3, I need an instance of R2. ഇങ്ങനെ ഒരു എഡ്ജ് വന്നിരുന്നെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് എന്തായാലും ഉണ്ടാവും. സോ ഇറ്റ്സ് എ ഡെഡ് ലോക്ക് ഇഫ് ദർ എക്സിസ്റ്റ് എ റിക്വസ്റ്റ് ഫോർ R2 ഫ്രം P3. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു സൈക്കിൾ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സപ്പോസ് R2നകത്ത് ഒരു ഇൻസ്റ്റൻസും കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. രണ്ട് ഇൻസ്റ്റൻസസിന് വേറെ ഒരു ഇൻസ്റ്റൻസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്ത് ഇവിടെ ഡെഡ് ലോക്ക് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഇൻസ്റ്റൻസ് ഈസി ആയിട്ട് P3ക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അസൈൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇവിടെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സൈക്കിളിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഡെഡ് ലോക്ക് അല്ല.
സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ ദിസ് ഡസൻ മീൻ ഡെഡ് ലോക്ക്. ഓക്കെ. പക്ഷേ എല്ലാ ഡെഡ് ലോക്കിലും ഒരു സൈക്കിള് ഉണ്ടായിരിക്കും. അതാലോചിക്കുക. ഒരു സൈക്കിൾ ഉണ്ടായതുകൊണ്ട് ഡെഡ് ലോക്ക് ആവണം എന്നില്ല. ബട്ട് എവ്രി ഡെഡ് ലോക്ക് ഹാസ് എ സൈക്കിൾ. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എവ്രി സൈക്കിൾ ഈസ് നോട്ട് എ ഡെഡ് ലോക്ക് എന്ന് പറയാൻ കാരണം ഇഫ് പ്രൊവൈഡഡ് സഫിഷ്യന്റ് നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ആർ അവൈലബിൾ ഇൻ ദ സിസ്റ്റം. അത് ആലോചിക്കാം. ഓക്കെ. ഇനി ഡെഡ് ലോക്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, അതിനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതാണ് നെക്സ്റ്റ് വരുന്നത്. സോ ദ മെയിൻ മെക്കാനിസംസ് ഫോർ ഹാൻഡ്ലിങ് ഡെഡ് ലോക്സ് ആർ ഡെഡ് ലോക്ക് പ്രിവെൻഷൻ, അത് കഴിഞ്ഞാൽ ഡെഡ് ലോക്ക് അവോയ്ഡൻസ്, ഡെഡ് ലോക്ക് റിക്കവറി. ഡെഡ് ലോക്ക് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാല് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. The operating system will put some restrictions in such a manner that one of the conditions which is causing deadlock will not be satisfied. അതായത് നേരത്തെ നമ്മൾ നെസസറി കണ്ടീഷൻസ് ഫോർ ഒക്കറിങ് ഡെഡ് ലോക്ക് പഠിച്ചിരുന്നല്ലോ, അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്ന രീതിയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് അങ്ങോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരും. അതാണ് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെഡ് ലോക്ക് നേരത്തെ കൂട്ടി അങ്ങ് പ്രിവെന്റ് ചെയ്യുക. ഇനി ഡെഡ് ലോക്ക് അവോയ്ഡൻസ് ഉണ്ട്. ഡെഡ് ലോക്ക് അവോയ്ഡൻസിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യിച്ചാല് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങോട്ട് അസ്യൂം ചെയ്യും പ്രോസസ്സിന് വേണ്ട റിസോഴ്സസ് ഒക്കെ അലോക്കേറ്റ് ചെയ്തു എന്ന്. എന്നിട്ട് അതൊരു ഇന്റലിജന്റ് അൽഗോരിതം അങ്ങോട്ട് അപ്ലൈ ചെയ്യും. ആ ഇന്റലിജന്റ് അൽഗോരിതത്തിന്റെ പേരാണ് ബാങ്കേഴ്സ് അൽഗോരിതം. ഈ അൽഗോരിതം ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, എല്ലാ റിസോഴ്സസും അങ്ങോട്ട് അലോക്കേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എല്ലാ റിസോഴ്സസും അങ്ങ് ടേക്ക് ബാക്ക് ചെയ്യും. ബേസിക്കലി അതാണ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെഡ് ലോക്ക് റിക്കവറി. അതിനകത്ത് വേറൊന്നുമല്ല, ഇതൊരു പ്രിഫറബിൾ ആയിട്ടുള്ള മെത്തേഡ് അല്ല. ഇതില് ആകെ ചെയ്യുന്ന കാര്യം ഡെഡ് ലോക്ക് വന്നു, ഡെഡ് ലോക്ക് ഒക്കർ ചെയ്തു, ഡെഡ് ലോക്ക് ഒക്കർ ചെയ്തതിന് ശേഷമുള്ള മെത്തേഡാണ് ഇത്. ഡെഡ് ലോക്കിന്റെ ഡിറ്റക്ഷനും അതുപോലെ തന്നെ റിക്കവറിയും. ഡിറ്റക്ട് ചെയ്യുക, അതൊന്ന് എങ്ങനെയെങ്കിലൊക്കെ എന്ത് ചെയ്യുക, റിക്കവർ ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് ഓരോ മെക്കാനിസം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മുടെ കേരള PSC എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ ഇത് കംപ്ലീറ്റ്ലി തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് കേട്ടോ. ഡെഡ് ലോക്ക് പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന നെസസറി കണ്ടീഷൻസ് ഫോർ ഡെഡ് ലോക്ക് ടു ഒക്കർ 4 എണ്ണമാണ് ഉള്ളത്. അതിലെ ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്, സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈ ചെയ്ത് നോക്കുകയാണ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആണ്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ നമ്മൾ പറഞ്ഞു, ഒരു റിസോഴ്സ് മൾട്ടിപ്പിൾ പ്രോസസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കോൺസെപ്റ്റ്, ഇപ്പൊ ഒരു റിസോഴ്സ് ഉണ്ട്, അത് മൾട്ടിപ്പിൾ പ്രോസസ്സിന് P1 P2 P3 ഇതിനെല്ലാത്തിനും കൂടെ അറ്റ് എ ടൈം നമുക്ക് എന്തായാലും ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതില് പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ റിവേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റിനെ റിവേഴ്സ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. സോ റിസോഴ്സ് ഉണ്ട്, അതിന് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ റിസോഴ്സസിന് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആണോ നിങ്ങൾ പറഞ്ഞേ? അല്ല. അതായത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൺസാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് ഇറ്റ് കനോട്ട് ബി ഡൺ ബിക്കോസ് എ റിസോഴ്സ് കനോട്ട് ബി ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ പ്രോസസ് അറ്റ് ദ സെയിം ടൈം. സോ ഇത് പ്രാക്ടിക്കൽ അല്ല. ഇനി സെക്കൻഡ് അപ്രോച്ച് ആണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഇത് റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം 2 കാര്യങ്ങളാണ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അലോക്കേറ്റ് ഓൾ ദ റിസോഴ്സസ് റിക്വയർഡ് ബൈ പ്രോസസ്. ഒരു പ്രോസസ്സിന് വേണ്ട എല്ലാ റിസോഴ്സും നമ്മൾ അലോക്കേറ്റ് ചെയ്യും. സപ്പോസ് ഇപ്പോ P1 വേണ്ട റിസോഴ്സസ് എയും ബിയും പ്രിന്ററും ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ എയും ബിയും പ്രിന്ററും P1 അങ്ങോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇത് വർക്ക് ചെയ്യും, പക്ഷെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് എഫക്റ്റീവ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ അവൈലബിൾ ആയിരിക്കില്ല. ഇനി നെക്സ്റ്റ് ഒരു അപ്രോച്ചും കൂടെ ഉണ്ട് പറഞ്ഞില്ലേ ഇതിനകത്ത്. അതായത് സപ്പോസ് ഒരു പ്രോസസ്സ് ഇറ്റ് ഈസ് ഹോൾഡിങ് എ റിസോഴ്സ് ആൻഡ് റിക്വസ്റ്റിംഗ് അനദർ റിസോഴ്സ്
വിച്ച് ഈസ് നോട്ട് അവൈലബിൾ വിത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അങ്ങനെയാണെങ്കിലാണല്ലോ നമ്മൾ ഹോൾഡ് ആൻഡ് വെയിറ്റിൽ പോകുന്നത്. അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരും. അതായത് ഇഫ് എ പ്രോസസ് ഈസ് ഹോൾഡിംഗ് എ റിസോഴ്സ്, സെയിം ഇപ്പൊ P1 ഒരു റിസോഴ്സ് ഹോൾഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. പിന്നെ ഒരു റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് B എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോസസ്സ് എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് ടു റിലീസ് ദ എക്സിസ്റ്റിംഗ് റിസോഴ്സ്. നമ്മൾ പറയാണ് ഈ ചങ്ങാതിൻ്റെ അടുത്ത് ഇതങ്ങോട്ട് റിലീസ് ചെയ്തോളാൻ തൽക്കാലത്തേക്ക്. അതായത് ഇതൊന്നും ഞാനൊന്നും കൂടെ റീറൈറ്റ് ചെയ്യാണ്. P1 എന്ന് പറയുന്നത് A ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഓൾസോ ഇറ്റ് റിക്വസ്റ്റ് ഫോർ B. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ OS പറയാണ് എന്ത്? റിലീസ് A. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് പിന്നെ പുതിയൊരു റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് P1 A റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ P1ന് എന്ത് ചെയ്യും? ഗെറ്റ്സ് B. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ആ സമയത്ത് ഇനി ആദ്യം P1 എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് ടു റിക്വസ്റ്റ് ഫോർ A. അപ്പൊ ഇത് കുറച്ച് എന്താണ് ട്രിക്കി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഓക്കെ. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നോ പ്രിയംഷൻ. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ വി ഷാൽ ട്രൈ ടു പ്രിയംപ്റ്റ് എ റിസോഴ്സ് ഫ്രം ദ പ്രോസസ്. എന്നിട്ട് എന്ത് ചെയ്യും? വി ഗിവ് ദാറ്റ് റിസോഴ്സ് ടു എ പ്രോസസ് വിച്ച് ഈസ് അബൌട്ട് ടു കംപ്ലീറ്റ്. അതുവഴി നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം, അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ആ റിസോഴ്സസ് എല്ലാം നമുക്ക് റിലീസ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോസസ്സുകൾക്ക് അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ആ ഒരു അപ്രോച്ച് നോ പ്രിയംഷനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി സർക്കുലർ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ഹോൾഡ് ആൻഡ് വെയിറ്റ് ആണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് പ്രോസസ്സും റിസോഴ്സസും ഒക്കെ അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ നമ്പർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ P1 റിക്വസ്റ്റ് ഫോർ R1 held by P2, request for R2 which is held by P3, request for R3 etc. അങ്ങനെ എന്ത് ചെയ്യാണ്? Pn which is requesting for Rn. This Rn is held by P1. അതാണല്ലോ ഈ പറയുന്ന സർക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യുവെച്ചാല് റിസോഴ്സ് ഓഫ് ഹയർ നമ്പർ വിച്ച് ഇസ് Rn ഷാൾ നോട്ട് ഹെൽഡ് ബൈ പ്രോസസ് ഓഫ് ലോവർ നമ്പർ. അതായത് ഈ ഒരു അലോക്കേഷൻ നമ്മൾ അങ്ങ് റിമൂവ് ചെയ്ത് കളയും. ഏതിനകത്ത്? സർക്കുലർ വെയിറ്റിനകത്ത്. ടു പ്രിവെന്റ് ഡെഡ് ലോക്ക്. ഓക്കെ, അതാണ് ഈ സർക്കുലർ വെയിറ്റ് വിച്ച് ഇസ് ദ ഫോർത്ത് കണ്ടീഷൻ ഫോർ ഡെഡ് ലോക്ക് ടു ഒക്കർ. സർക്കുലർ വെയിറ്റ് അതങ്ങ് റിമൂവ് ചെയ്താൽ നമുക്ക് ഡെഡ് ലോക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് തിയറിറ്റിക്കലി നമ്മൾ ബിലീവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡെഡ് ലോക്ക് ഹാൻഡ്ലിംഗ് മെക്കാനിസം നമ്മൾ പറഞ്ഞത് ഡെഡ് ലോക്ക് അവോയ്ഡൻസ് ആയിരുന്നു. ഇതിനകത്ത് നമ്മൾ ബാങ്കേഴ്സ് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് അവോയ്ഡൻസ് ചെയ്യുന്നത്. അൽഗോരിതം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇറ്റ് എൻഷുവേഴ്സ് സിസ്റ്റം പ്രോസസ് ക്യാൻ ഗെറ്റ് ദ റിസോഴ്സസ് ദേ നീഡ് വിതൗട്ട് ലീഡിങ് ടു എ ഡെഡ് ലോക്ക്. അതായത് എല്ലാ പ്രോസസ്സുകളും സ്റ്റക്ക് ആവാതെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സേഫ് സീക്വൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ബാങ്കേഴ്സ് അൽഗോരിതം വഴി എൻഷുർ ചെയ്യുന്നത്. അൽഗോരിതം നമ്മൾ പഠിക്കുന്നില്ല, പക്ഷെ അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞല്ലോ ഈ അൽഗോരിതം എൻഷുർ ചെയ്യുന്നത് എന്താണ്? ദർ ഇസ് എ സേഫ് സീക്വൻസ് ടു കംപ്ലീറ്റ് ഓൾ പ്രോസസ് വിതൗട്ട് ഗെറ്റിംഗ് സ്റ്റക്ക് എന്ന് പറഞ്ഞു. ഒരു സിസ്റ്റം സേഫ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ നീഡ്സ് ഓഫ് ഓൾ ദ പ്രോസസ് കുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ അവൈലബിൾ റിസോഴ്സസ് ഇൻ സം ഓർഡർ. ഈ ഓർഡറിനെയാണ് നമ്മൾ സേഫ് സീക്വൻസ് എന്ന് പറയുന്നത്. അറ്റ് എനി ഗിവൺ ടൈം ദർ മേ ബി മൾട്ടിപ്പിൾ സേഫ് സീക്വൻസസ്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് നീഡ് ഈക്വൽ ടു എത്ര റിസോഴ്സസ് വേണം എന്നുള്ളത് മാക്സിമം റിസോഴ്സസ് മൈനസ് എത്ര റിസോഴ്സസ് കറൻ്റ്ലി ബാക്കിയുള്ള പ്രോസസ്സുകൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. അതായത് ഇവിടെ ചെയ്യുന്ന കാര്യം
whenever a process is requesting for a resource, bankers algorithm അങ്ങോട്ട് എടുത്ത് അപ്ലൈ ചെയ്യുക. അതാണ് ചെയ്യുന്നത് ഏതിനകത്ത്, ഡെഡ്ലോക്ക് അവോയ്ഡൻസിനകത്ത്. ഈ ബാങ്കേഴ്സ് അൽഗോരിതത്തിന്റെ ഭാഗമായിട്ട് സേഫ്റ്റി അൽഗോരിതം നമുക്ക് ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. നമ്മൾ കറന്റ്ലി അതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നില്ല, കാരണം അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ബാങ്കേഴ്സ് അൽഗോരിതത്തിനകത്ത് പിന്നെ റിസോഴ്സസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അൽഗോരിതം എഴുതിയിട്ടുള്ളത് കേട്ടോ. എത്ര റിസോഴ്സസ് വേണം, നീഡ് ഇസ് ഈക്വൽ ടു മാക്സിമം എത്രയുണ്ട് മൈനസ് അലോക്കേഷൻ, അത് ലോജിക്ക് ആലോചിച്ചാൽ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻ കേസ് അങ്ങനെ റിസോഴ്സസിന്റെ എണ്ണം കാണാനോ മറ്റോ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൂ, വരികയാണെങ്കിൽ തന്നെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡെഡ്ലോക്ക് ഹാൻഡ്ലിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി. ഇത് പ്രിഫറബിൾ അല്ല. സപ്പോസ് ഒരു പ്രോസസ്സ് P1 അത് എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഒരു 48 മണിക്കൂർ എടുക്കാന്ന് വിചാരിക്കാം. അത് ഏകദേശം ഒരു 47 മണിക്കൂറും 59 മിനിറ്റും അങ്ങ് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഡെഡ്ലോക്ക് ഡിറ്റക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എൻ്റെ എക്സിക്യൂഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റീഡൺ ചെയ്യേണ്ടി വരും അല്ലേ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി, ഡെഡ്ലോക്ക് റിക്കവറി എന്നൊരു പ്രോസസ്സിലേക്ക് നമ്മൾ പോകേണ്ടി വരുള്ളൂ. ദർ ആർ മെനി റിക്കവറി മെത്തേഡ്സ്. നമുക്ക് യൂസർ സൈഡ്സ് എന്നുള്ള മെത്തേഡ്സ് ഉണ്ട്. യൂസർ സൈഡിൽ നിന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഏത് പ്രോസസ്സ് ആണോ ഡെഡ്ലോക്ക് ആയിരിക്കുന്നത് അതിനെ അങ്ങോട്ട് കില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ പ്രോസസ്സും 1 by 1 ആയിട്ട് കില്ല് ചെയ്തിട്ട് ഡെഡ്ലോക്ക് സൈക്കിൾ എലിമിനേറ്റ് ആവുന്നവരെ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് യൂസർ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇനി സിസ്റ്റം സൈഡിൽ നിന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസോഴ്സ് പ്രീഎംപ്റ്റ് ചെയ്യാം. അതായത് പ്രീഎംപ്റ്റ് എ റിസോഴ്സ് ഫ്രം ദ പ്രോസസ് ബൈ സെലക്ടിങ് എ വിക്ടിം. ഇനിയിപ്പോ ഇതൊന്നും നടപടിയാവുന്നില്ല വെച്ചാൽ എന്ത് ചെയ്യുക, യൂസർ സൈഡോ സിസ്റ്റം സൈഡോ ഒന്നും നടപടിയാവുന്നില്ലെങ്കിൽ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ദി ഓൺലി സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ഡെഡ്ലോക്ക് എന്ന വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദി ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.